വക്കൂരി പറയുകയാണ്, അല്ല ഞാൻ പേടിക്കുന്ന ഓടിപ്പോയതല്ല കേട്ടാണ് എന്നെ ഒരാൾ ഒത്തിരി നേരം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എന്റെ ഹൃദയമൊക്കെ ഭയങ്കരമായിട്ട് അടിക്കാൻ വേണ്ടി തുടങ്ങി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോയത് കേട്ടാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്നെപ്പോലെ ഒരാളെ കാണുന്ന സമയത്ത് എല്ലാ ആൾക്കാരും പേടിച്ച് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സമയത്ത് തന്നെ അവരുടെ രണ്ടുപേരുടെ മുഖവും നല്ല രീതിയിൽ വിഷാദമുണ്ട്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അവരെ യാത്രയാവുകയാണ്. പറയുകയാണ്, ഒരുപാട് ഇരുട്ടായി, അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ വരെ ഞാൻ നിന്നെ കൊണ്ടുവിടാം കേട്ട് നമ്മുടെ വക്കൂരി സമ്മതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വക്കൂരിക്ക് ഒരു കേക്ക് കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ രണ്ടാളും കൊടുക്കുന്നുണ്ട്. സ്റ്റേഷൻ കുറച്ച് അടുത്താണ്, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ നടന്നു പോക്കോളാം. നിങ്ങൾ ഇവിടെ തന്നെ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ കണ്ടിട്ട് ഫൈൻ ഓടിപ്പോയെന്ന്. നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങളെ കണ്ട സമയത്ത് എനിക്ക് ചെറുതായിട്ട് പോലും പേടി തോന്നിയിട്ടില്ല. നമ്മുടെ വക്കൂരി അവിടെ നിന്ന് പോവുകയാണ്. കാര്യങ്ങളൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജസീം കേട്ടായിട്ട് നമ്മളെ രണ്ടാളും ആണെങ്കിൽ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് പല കാര്യങ്ങളൊക്കെ ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രണ്ടാളും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും നമ്മുടെ രണ്ടാളും ഇഷ്ടമല്ലായിരുന്നു. കുട്ടികൾ നമ്മുടെ രണ്ടാളുടെ തെള്ളി പറയുകയും എല്ലാവരും നമ്മുടെ രണ്ടാളുടെ അഗ്ലി എന്നൊക്കെ വിളിച്ച് കളിയാക്കുകയായിരുന്നു. എല്ലാ ആൾക്കാരും ചുമ്മാ നമ്മുടെ രണ്ടാളുടെ ഇട്ട് കളിയാക്കുമായിരുന്നു. ചിന്തിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രണ്ടാളാണെങ്കിൽ അവളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവൾ പറഞ്ഞില്ലായിരുന്നു എന്നെ കണ്ട സമയത്ത് അവളുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ റേസ് ആയിരുന്നു. അത് മാത്രമല്ല ഞാൻ സ്കെയറി ആയിട്ടുള്ള ഒരാളല്ലെന്നും അവൾ പറഞ്ഞു. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രണ്ടാളുടെ അമ്മ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, രണ്ടാറോ വക്കൂരിയാണെങ്കിൽ കേക്ക് മാറിക്കൊണ്ടാ പോയത്, ഇത് അവൾക്ക് കൊണ്ട് കൊടുക്കുക എന്ന് നമ്മുടെ രണ്ടാറുടെ അമ്മ രണ്ടാറോനോട് പറയുകയാണ്. ഈ സമയത്ത് തന്നെ നേരത്തെ നമ്മൾ രണ്ടുപേരെ കണ്ടില്ലായിരുന്നു, രണ്ടുപേരും കൂടെ വക്കൂരിനെ പറയുകയാണ്. നീ വളരെയധികം ക്യൂട്ടായിട്ടുണ്ടല്ലോ, അത് മാത്രമല്ല നീ വളരെയധികം ടൈനിയായിട്ടുണ്ട്. ഞങ്ങളോട് നീ എന്തിനു വേണ്ടിയാണ് ആ അഗ്ലിയായിട്ടുള്ള രണ്ടാറോന്റെ കൂടെ നടക്കുന്നത്? നമ്മുടെ വക്കൂരിനെ തപ്പി നമ്മൾ രണ്ടാറോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അധിക സ്ഥലങ്ങൾ തപ്പിയിട്ട് നമ്മൾ വക്കൂരിനെ കാണാത്ത സമയത്ത് അവൾ വീട്ടിൽ ചെന്ന് കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. സമയത്ത് തന്നെ നമ്മുടെ ഹീറോനെ കുറിച്ച് എന്തൊക്കെയോ ആരോ പറയുന്നത് നമ്മുടെ ഹീറോ കേൾക്കുന്നു. രണ്ടാറോ നീ എന്തിനു വേണ്ടിയാണ് അവന്റെ കൂടെ നടക്കുന്നത്? അവൻ ചിന്തിച്ചു നോക്ക്, അവൻ പഠിക്കുന്നത് ഒരു വൃത്തികെട്ട സ്കൂളിൽ. മാത്രമല്ല അവൻ വളരെയധികം മോശമായിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞ് റൂമറുണ്ട്. അതുകൊണ്ട് അത്രയധികം മോശമായിട്ടുള്ള ഒരാളുടെ കൂടെ നീ ഇരിക്കരുത്. നീ എന്റെ കൂടെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ കാണുന്നുണ്ടായിരുന്നു. കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ വിചാരിക്കുകയാണ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. മോശപ്പെട്ട സ്കൂളിലാണ് പഠിക്കുന്നത്. അത് മാത്രമല്ല എന്നെ കാണുന്ന സമയത്ത് എല്ലാവരും പേടി. മാത്രമല്ല എന്നെ കുറിച്ച് ഒരുപാട് റൂമേഴ്സ് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ രണ്ടാളും ചിന്തിക്കുകയാണ്. നമ്മുടെ വക്കൂരി പറയുകയാണ്, നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല. ഇവര് പറയുന്നത് ഇതെല്ലാം കൂടെ നിങ്ങളിപ്പോ എന്നോട് ഒന്ന് പറഞ്ഞത്. അയാൾ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു പേഴ്സണെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ എന്ത് കാരണത്താല് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ചെയ്ത് എന്നെ ഒന്ന് വീട്. അത് മാത്രമല്ല ഇനിയൊന്നും ആരെക്കുറിച്ചും പറഞ്ഞോട് നടക്കാൻ വേണ്ടി പാടില്ല. വക്കൂരി അവരോട് പറയുകയാണ്, ഓ അപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങനെ നീയും അവനും തമ്മിൽ ബന്ധത്തിലായല്ലേ? നിന്നെ അവനെ രക്ഷിക്കാൻ വിചാരിച്ചിട്ടിപ്പോ ഞാനായപ്പോ നമ്മുടെ വക്കൂരിനെ അടിക്കാൻ വേണ്ടി പോവുകയാണ്. അവന് തന്നെ നമ്മുടെ വക്കൂരിനെ ഡിപെൻഡ് ചെയ്തോണ്ട് നമ്മുടെ ഹീറോ അടിക്കാൻ വേണ്ടി മേടിക്കുകയാണ്. ആ അടിയുടെ ഇമ്പാക്റ്റിൽ നമ്മുടെ ഹീറോന്റെ ദേഹത്തിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരുന്നുണ്ട്. കുറച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞോ എന്നുമായിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന്മാരെ ഒന്ന് നോക്കുന്നു. അതുപോലെ അവന്മാരെ പേടിച്ചിട്ട് കണ്ണു പരിപാടിയാണ്. നമ്മുടെ വക്കൂരി രണ്ടാറോ നിങ്ങളുടെ നെറ്റിയിൽ ഒരുപാടധികം ബ്ലഡ് ഇരിക്കുന്നു എന്നുമായിട്ട് തുടച്ചു കൊടുക്കുകയാണ്. നമ്മുടെ രണ്ടാറോ പറയുകയാണ്, അത് കുഴപ്പമില്ല, എനിക്ക് ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്, അതൊന്നും പ്രശ്നമല്ല. ഇമ്പാക്ട് കാരണമാണ് എനിക്ക് ബ്ലഡ് വരുന്നത്. അത് മാത്രമല്ല എന്നോട് ക്ഷമിക്കുക, ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായി. നമ്മുടെ രണ്ടാറോ പറയുകയാണ്, എന്നാൽ ഇത് കേട്ടാ നമ്മുടെ വധൂരി പറയുകയാണ്, നീ ഒരിക്കലും സംസാരിക്കരുത്, ഇതൊന്നും നിന്റെ ഫോൾട്ടേ അല്ല, എല്ലാ കാര്യങ്ങളും വൃത്തിക്കെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അത് മാത്രമല്ല നിന്നെപ്പോലുള്ള വളരെയധികം കൈൻഡായിട്ടുള്ള ഒരു പേഴ്സണെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ആൾക്കാരൊക്കെ നിന്നെ കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതും പിന്നെ നിന്നെ കണ്ടിട്ട് പേടിച്ചോടുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. നീ ഒരിക്കലും നിന്നെ കുറിച്ച് തന്നെ കുറ്റം പറയാൻ വേണ്ടി പാടില്ല. അത് വളരെയധികം കൈൻഡായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. തോന്നുന്നു നിങ്ങളെപ്പോലുള്ള ഒരു കൈൻഡായിട്ടുള്ള ഒരു പേഴ്സൺ ഈ ലോകത്ത് വേറെ ഇല്ല. എന്ന സമയത്ത് നമ്മുടെ രണ്ടാറും നല്ല രീതിയിൽ തന്നെ ഷോക്ക് ആകുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രണ്ടാറിന്റെ ഹാർട്ട് ബീറ്റ് വളരെയധികം നല്ല രീതിയിൽ തന്നെ കൂടുന്നുണ്ട്. എല്ലാവരും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പേഴ്സണെ പോലാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നെ കണ്ട എല്ലാ ആൾക്കാരും പേടിച്ച് ഓടുമായിരുന്നു. എന്നെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്നോട് ആരും ഒന്ന് വന്ന് മിണ്ടത്ത് പോലും ഇല്ലായിരുന്നു. പക്ഷെ എന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് ഇങ്ങനെ മിണ്ടുന്നത്. അതും എന്നെ കുറിച്ച് നല്ലതാണ് പറഞ്ഞത്. ഈ സമയത്ത് തന്നെ നമ്മുടെ വക്കൂരിനെയാണ് എല്ലാവരും സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ്. ഒരിക്കലും നിന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പാടില്ല. അത് മാത്രമല്ല എന്റെ ലൈഫ് എക്സ്ചേഞ്ച് വളരെയധികം നന്ദിയുണ്ടെന്ന് നമ്മുടെ രണ്ടാറോനോട് പറയുന്നു. നമ്മുടെ രണ്ടാറോ കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്നു. എന്റെ മുറിവിന് വേദനയുണ്ടോ എന്ന് അവൾ വീണ്ടും ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്ന് പറയുന്നു. രണ്ടാറോ നാളെയും നമുക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം, ഉറപ്പായിട്ടും വീണ്ടും മീറ്റ് ചെയ്യാം എന്നുമായിട്ട് അവൾ അവിടെ തന്നെ പോവുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ വക്കൂരിക്ക് ഒരു കോൾ വരികയാണ്. വക്കൂരി പറയുകയാണ്, എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, ഞാൻ ഉടനെ തന്നെ വീട്ടിൽ വരും, ഞാൻ സേഫ് ആണെന്ന്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരത്തെ തന്നെ സ്കൂളിലേക്ക് വരികയാണ്. ഹീറോ ആണെങ്കിൽ വളരെയധികം ടയർഡായതോടെ തന്നെ ഒന്ന് കിടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അവളുടെ മുഖം മനസ്സിലേക്ക് വരുന്നതോടെ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഉറങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. ഈ സമയത്തായിരുന്നു അപ്പത്തെ ബിൽഡിങ്ങിൽ നിന്ന് ചെറിയൊരു മൂവ്മെന്റ് വരുന്നത്. ഹീറോയും അത് നോക്കുന്നുണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് അത് നമ്മുടെ വക്കൂരിയെ കണ്ടത് തന്നെ നമ്മുടെ ഹീറോ ഷോക്കായിട്ട് കർത്തനയ്ക്ക്
കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി എന്തായിരിക്കും ഇതിൽ സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. സ്നേഹം മുന്നോട്ട് പോകുമോ തല്ലുവോ എന്നൊക്കെ നമുക്ക് കാണാം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സീരീസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നേക്കുക.